അതുകൂടാതെ വിദേശത്തും സ്വദേശത്തും ഏറ്റവും കൂടുതൽ വിദേശത്താണ് ഏറ്റവും കൂടുതൽ എല്ലാവരും വിദേശത്തേക്ക് പോകാനായിട്ട്. എനിക്കൊന്ന് കേരളത്തിൽ പോലും ഇങ്ങനെയുള്ളവരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്നോ. എത്ര നാളത്തെ കോഴ്സാണ്? 15 ദിവസത്തെ ക്ലാസ് റൂം ട്രെയിനിങ്, 3 months ഇന്റേൺഷിപ്പ് ആണ്. അത് വിത്ത് സ്റ്റൈഫൻഡോടാണ്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെയുള്ളവർക്ക് ഈ കോഴ്സിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾക്കും ഈ 15 ദിവസത്തെ ക്ലാസ്സിലൂടെ ഈ അവസരങ്ങളിലേക്ക് എത്താം. പിന്നെ അതിന്റെ ഇന്റേൺഷിപ്പ് പെയ്ഡ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി ആരെ ഈ ട്രെയിനിങ് ഒക്കെ നൽകുന്നത്? ട്രെയിനിങ് നടന്നത് ഡോക്ടേഴ്സ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ ഡോക്ടേഴ്സ് മേഖലയിലെ എക്സ്പെർട്ട് തന്നെയാണ്. നഴ്സുമാര്, വെൽ എക്സ്പീരിയൻസ്ഡ് നഴ്സസ്. ശരി. അപ്പം ഇവർക്ക് നാട്ടിലെ വിദേശത്തെയും ഒക്കെ അവസരങ്ങളിലേക്ക് എത്താം. എനിക്ക് തോന്നുന്നു വിദേശത്ത് കൂടുതലും മാഡം ഗൾഫിലായിരുന്നു അല്ലെ? ഗൾഫിലൊക്കെ അല്ലെ? ഇഷ്ടംപോലെ കുവൈറ്റ്, ഇസ്രായേൽ, ഇഷ്ടംപോലെ. പിന്നെ ഇപ്പം എവിടെയാ നമ്മൾ യൂറോപ്പ്, കാനഡ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ. സ്റ്റഡീസിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ടും ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. വേറെ അവസരം കൂടി ഉണ്ട്. അതായത് വിദേശത്ത് പോകുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനത്തെ ജോലികൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനായിട്ട് അതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഈ നമ്മുടെ ഇപ്പൊ ഈ ആദ്യം പറഞ്ഞ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എത്ര നാളായിട്ട് നമ്മൾ എത്ര ബാച്ചസ് ഒക്കെ പഠിച്ചു കാണും? നമ്മുടെ കെയർ ഗിവിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 94ാമത്തെ ബാച്ചാണ്. 93 ബാച്ചുകൾ കഴിഞ്ഞു. അത് ശരി. നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. പെട്ടെന്ന് ജോലിയിലേക്ക് എത്തുവാൻ സഹായകരമായ കോഴ്സുകൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അത് മിനിമം ക്വാളിഫിക്കേഷൻ ഒരു 10ാം ക്ലാസ്സോ +2 ഒക്കെ ഉള്ളവർക്ക് ഒരു 15 ദിവസത്തെ ഒക്കെ പഠനം കൊണ്ട്, അല്ലെങ്കിൽ 1-2 മാസത്തെ ഒക്കെ പഠനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ജോലിയിലേക്ക് എത്താൻ, അതും മികച്ച അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശത്തും വളരെ മികച്ച അവസരങ്ങളുള്ള ഒരു മേഖലയാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. കെയർ ഗിവർ അല്ലെങ്കിൽ സീനിയർ കെയർ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഈ ഒരു മേഖലയിലെ പഠന അവസരങ്ങൾ എന്താണ്, പഠിക്കേണ്ടത്, ആർക്കൊക്കെ പഠിക്കാം, അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, എവിടെയാണ് തൊഴിൽ അവസരങ്ങൾ, എങ്ങനെ ഈ ജോലിയിലേക്ക് എത്താം, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മേഖലയിലെ ഒരു എക്സ്പേർട്ടിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കെയർ ഗിവിങ്ങുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഈ കെയർ ഗിവിങ്ങും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്, ഈ മേഖലയിലെ അവസരങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഈ കെയർ ഗിവർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ശ്രീമതി മേഴ്സിക്കുട്ടി സേവ്യർ മാഡം ഈ ഗാർഡിയൻ ഏഞ്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയർ ഗിവിംഗ് GAIC എന്ന സ്ഥാപനത്തിൻ്റെ നേഴ്സിംഗ് മാനേജറാണ്. ഈ മേഖലയിൽ ഏതാണ്ട് 40ഓളം വർഷത്തെ എക്സ്പീരിയൻസ്, അത് ഇന്ത്യയിലും വിദേശത്തുമൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ മാഡത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മാഡം, വെൽക്കം ടു കരിയർ പാത്വേ. ഓക്കെ മാഡം, ഈ എല്ലായിടത്തും കേൾക്കുന്ന ഒരു കാര്യമാണ് കെയർ ഗിവേഴ്സ് അല്ലേ? എന്താണ് ഈ ജോലിയുടെ ഒരു സ്വഭാവം, എന്താ ഈ ജോലി, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒരു രോഗിയുടെ, കിടപ്പ് രോഗിയുടെ മൊത്തത്തിലുള്ള പരിചരണമാണ് നമ്മൾ ഇതിലൂടെ സാധ്യമാക്കുന്നത്. കിടപ്പ് രോഗി എന്ന് വിചാരിച്ചാൽ ഉദ്ദേശിച്ചാൽ അത് പ്രായമായ മാത്രമല്ല ഏത് രോഗാവസ്ഥയിലുള്ളവരെയും പറ്റിയാലും കിടപ്പിലായി പോകുന്നവരെ പരിചരിക്കുക എന്നുള്ളതാണ് ഈ കെയർ ഗിവർ എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പൊ ഇത് പഠിക്കുന്നതുകൊണ്ട് എന്തൊക്കെയായിരിക്കും ഒരു ബെനിഫിറ്റ്സ്? ഇത് പഠിക്കുന്നത് കൊണ്ട് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ നമുക്ക് കെയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവരെ കെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു പരിചരണം ചെയ്യാനായിട്ട് പറ്റുന്നു. അതുകൂടാതെ വിദേശത്തും സ്വദേശത്തും ഏറ്റവും കൂടുതൽ വിദേശത്താണ് ഏറ്റവും കൂടുതൽ എല്ലാവരും വിദേശത്തേക്ക് പോകാനായിട്ട്. എനിക്കൊന്ന് കേരളത്തിൽ പോലും ഇങ്ങനെയുള്ളവരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്നോ? ഓക്കെ. അപ്പോൾ അതിന് ഉള്ള ട്രെയിനിങ് ആണല്ലോ നമ്മൾ നൽകുന്നത് അല്ലേ? കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ട്രെയിനിങ്ങുകളാണ് നൽകുക ഇങ്ങനെയുള്ളവർക്ക്, അതൊന്ന് സൂചിപ്പിക്കാമോ? ഓക്കെ, ഒന്നാമതായിട്ട് നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് കെയർ ഗിവിംഗ് ട്രെയിനിങ് പ്രോഗ്രാം.
അപ്പൊ അതിനകത്ത് എന്തൊക്കെയായിരിക്കും? അതിനകത്ത് നമ്മൾ ഈ രോഗികളെ എങ്ങനെ പരിചരിക്കണം, അതിനകത്ത് വൈറ്റൽ സയൻസ് തൊട്ട് ഡെത്ത് കെയർ വരെ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ രോഗാവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് വൈറ്റൽ സയൻസിലൂടെയാണ്. അതിനകത്ത് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ ഇതൊക്കെ എങ്ങനെ നോക്കണം. അതുപോലെ നോക്കിയാൽ മാത്രം പോരാ, അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ നോർമൽ വാല്യൂസ് പഠിച്ചിരിക്കണം. ഇനി കൂടി പോയാൽ അത് നോട്ട് ചെയ്യണം. അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. വെറുതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരിയേഷൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇൻ കേസ് കൂടിപ്പോയാൽ, ഇപ്പൊ പനി കൂടിപ്പോയി നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പ്രഷർ കൂടിപ്പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിനെ പഠിപ്പിക്കുന്നു. ഇനി കിടപ്പ് രോഗിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് അവരെ കുളിപ്പിക്കുക എന്നുള്ള ഒരു സംഗതി. എങ്ങനെയാണ് നമ്മൾ അവർക്കൊരു ബെഡ് ബാത്ത് കൊടുക്കുന്നത്, അതുപോലെ തന്നെ പൊസിഷൻസ്, എന്തൊക്കെ പൊസിഷൻസ് നമുക്ക് കൊടുക്കാം, തിരിച്ചു കിടത്തണം. അങ്ങനെ തിരിച്ചു കിടത്തിയില്ലെങ്കിൽ ബെഡ് സോർ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുക, പൊട്ടാനുള്ള സംഗതികളുണ്ട്. അപ്പം നമ്മളെ പൊസിഷൻസ്, ഏതൊക്കെ പൊസിഷൻസ് കുളിപ്പിച്ച് കിടത്തുന്നു. പിന്നെ നമുക്ക് അവർക്ക് ഫീഡ് ഏറ്റവും അത്യാവശ്യമാണ്. ഓറൽ ഫീഡ് കഴിക്കാൻ ചിലപ്പോൾ കഴിക്കാൻ പറ്റാത്തതായിട്ട് വരാം, അവർക്ക് എങ്ങനെ ഓറലി കൊടുക്കാം. അതുകൂടാതെ ട്യൂബ് ഇട്ടിട്ട്, നെസോഗ്യാസ്ട്രിക് ട്യൂബ് ഇട്ടിരിക്കും. അത് നമ്മളല്ല ഇടുന്നത്, ഡോക്ടേഴ്സ് ആയിരിക്കും ഇടുന്നത്. സ്കിൽഡ് നഴ്സുമാരുണ്ട്. അതിലൂടെ എങ്ങനെ നമുക്ക് ഫീഡ് കൊടുക്കാൻ പറ്റും. അതുപോലെ പെക് ട്യൂബ് ഉണ്ട്, സർജറി ചെയ്തിട്ട് ഇടുന്ന ഒരു ട്യൂബാണ്, ഡയറക്റ്റ്ലി സ്റ്റൊമക്കിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ട്യൂബിൽ കൂടെ എങ്ങനെയാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കൊളോസ്റ്റമി കെയർ, എങ്ങനെയാണ് കൊളോസ്റ്റമി കെയർ കൊടുക്കുന്നത്. ഇനി കോൺസ്റ്റിപ്പേഷൻ മാനേജ്മെന്റ്, ഇതെല്ലാം നമ്മൾ ഗ്യാസ്ട്രോ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്ന ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ. പെട്ടെന്ന് ഒരു പേഷ്യന്റിന് ഒരു ശ്വാസം മുട്ടൽ പോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ഓക്സിജൻ കൊടുക്കൂ എന്ന് പറയുന്ന സമയത്ത് ഓക്സിജൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നെബുലൈസേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിനെല്ലാം ഓരോ പ്രൊസീജിയറുണ്ട്. ഈവൻ സിമ്പിൾ ആയിട്ട് ഒരു പഫ് എടുക്കുന്നത് പോലും അതിനും ഒരു പ്രൊസീജിയറുകളുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു കിടപ്പ് രോഗിയിൽ പെട്ടെന്ന് നമുക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു. ഒരു പെട്ടെന്ന് അവർക്കൊരു സ്ട്രോക്ക് വന്നു, സ്ട്രോക്കിന്റെ ലക്ഷണം കാണിച്ചു, പഠിപ്പിച്ചു കൊടുക്കുന്നു. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് അതിന്റെ ലക്ഷണം ഫസ്റ്റ് നമ്മൾ ലക്ഷണം കിട്ടും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണ്, എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്, അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, സ്വീഷർ, പെട്ടെന്ന് പേഷ്യന്റിന് ഫിറ്റ്സ്, പ്രായമായവർക്കൊക്കെ ഫിറ്റ്സ് വരുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഇനി പേഷ്യന്റ് വീണു, നമ്മള് പണ്ട് പറയാറുണ്ട് താക്കോല് അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് സ്പെഷ്യലി നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പേഷ്യന്റ് വീണു, നമ്മളൊക്കെ എപ്പോഴും ചെയ്യുന്നതാണ്. ഒരാൾ വീണ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവരെ പൊക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ ഫ്രാക്ചർ ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അത് ഡേഞ്ചർ ആവും. അതുകൊണ്ട് നമ്മൾ എന്താണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത്, അതിൽ വീഴാതിരിക്കാനാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിനുള്ള പ്രിക്കോഷൻസ് എന്താണ്. അതുപോലെ തന്നെ നമ്മളിവിടെ പഠിക്കുന്ന ഫിസിയോതെറാപ്പി, നമുക്ക് ഇങ്ങനെ പ്രായമായിട്ടുള്ളവരോ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ളവരെ എങ്ങനെയാണ് വോക്കർ ഉപയോഗിച്ച് നടത്തേണ്ടത്, അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്ക് എങ്ങനെ ഉപയോഗിക്കാം, വീൽ ചെയറിൽ ഇരുത്തേണ്ടത് എങ്ങനെയാണ് ഇരുത്തേണ്ടത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, നമുക്കത് ഡോക്ടേഴ്സാണ് അതിന്റെ ക്ലാസ് എടുക്കുന്നത്. ഇങ്ങനെ കിടക്കുന്ന കിടപ്പ് രോഗികളിൽ ആ ഒരു എന്തൊക്കെയാണ് നമ്മൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ നമ്മൾ പറയുന്നുണ്ട്. ഡെത്ത് കെയർ വരെ നമ്മൾ ഡെത്ത് കെയർ എന്ന് പറഞ്ഞാൽ കെയർ ഓഫ്, അതിനകത്തുണ്ട് കെയർ ഓഫ് ഡൈയിങ്, മരിക്കാൻ ഉള്ള അതിന്റെ സിംറ്റംസ് നമുക്ക് കണ്ട് മനസ്സിലാക്കണം. ഇന്ന സിംറ്റംസ് ആണ്, ലൈക്ക് യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ സംസാരിക്കാതെ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ, അതിന്റെ സിംറ്റംസ്, അതാണ് ഡൈയിങ് എന്നുള്ള ഇതിൽ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവർക്കിപ്പോൾ ആ പേഷ്യന്റിന് മാത്രമല്ല അവരുടെ കൂടെയുള്ളവർക്കും അല്ലെങ്കിൽ വീട്ടുകാർക്കും ഒക്കെ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഇനി ഡെത്ത് കെയർ എങ്ങനെയാണ് കൊടുക്കുന്നത്, പ്രൊസീജിയറുകളുണ്ട്, നമുക്ക് നമ്മളായിട്ട് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഈ കാര്യങ്ങളെല്ലാം
നമ്മൾ ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എന്താണ് നമ്മൾ പേഷ്യന്റുമായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ അവർ പലവിധ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുന്ന രീതിയിലായിരിക്കും. ഇപ്പം നമ്മൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നല്ല രീതിയിൽ അവരോട് സംസാരിക്കുക. ചിലപ്പോൾ ഇൻ കേസ് അവർ ദേഷ്യപ്പെട്ടാലും നമ്മൾ നല്ല സ്മൈലിംഗ് ഫേസോട് കൂടി നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ പുഞ്ചിരിച്ച ഒരു മുഖം എന്ന് പറയുന്നത് ഒരു പെയിൻ കില്ലറിനേക്കാളും വളരെ ഇഫക്റ്റീവ് ആണെന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ CPR നമ്മളവരെ ട്രെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമുക്ക് ഈ പേഷ്യന്റ് കെയറിൽ മാത്രമല്ല, ഇൻ കേസ് നമ്മളിങ്ങ് പോരുന്ന വഴിക്ക് ഒരാൾ പെട്ടെന്ന് വഴിയിൽ കുഴഞ്ഞു വീണു ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അതുപോലെ ചോക്കിങ്, നമ്മുടെ തൊണ്ടയിൽ ഒരു സാധനം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴെന്തെങ്കിലും പ്രായമായവരൊക്കെ അങ്ങനെ സംഭവിക്കും. അത് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 30ഓളം ടോപ്പിക്കുകൾ നമ്മൾ ഇതിനകത്ത്. ഇത് ഈ കോഴ്സിന്റെ പേരെന്താണ്? കെയർ ഗിവിംഗ് ട്രെയിനിങ് പ്രോഗ്രാം, CTP. ഇത് എത്ര നാളത്തെ കോഴ്സാണ്? 15 ദിവസത്തെ ക്ലാസ് റൂം ട്രെയിനിങ്, 3 months ഇന്റേൺഷിപ്പ് ആണ്. അത് വിത്ത് സ്റ്റൈഫൻഡോടാണ്. ഈ കോഴ്സിന്റെ ഒരു എലിജിബിലിറ്റി ഒക്കെ എന്തായിരിക്കും? ഈ കോഴ്സ് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കാരണം ഈ ഡോക്ടേഴ്സ് ഒക്കെ എന്തെങ്കിലും എഴുതിയാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് വായിക്കാനൊന്ന് മനസ്സിലാകണമല്ലോ. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെയുള്ളവർക്ക് ഈ കോഴ്സിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾക്കും ഈ 15 ദിവസത്തെ ക്ലാസ്സിലൂടെ ഈ അവസരങ്ങളിലേക്ക് എത്താം. പിന്നെ അതിന്റെ ഇന്റേൺഷിപ്പ് പെയ്ഡ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ പ്രായം 18 മുതൽ 55 വയസ്സ് വരെ ഉള്ളത് അല്ലേ? ഓക്കെ. ഈ വേറെ ഏതൊക്കെയാണ് നമുക്ക് വേറെ കോഴ്സ് ഉള്ളത്? ജെറിയാട്രിക് കെയർ അസിസ്റ്റന്റ് കോഴ്സ്. ജെറിയാട്രിക് എന്ന് പറഞ്ഞാൽ പ്രായമായവരെ നോക്കുന്ന, അതിൽ അവരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഈ പ്രായമായിട്ടുള്ളവരിൽ സിസ്റ്റം വൈസ് ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ കെയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ വേദന എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വേണമെങ്കിൽ പെട്ടെന്ന് ഒരു പെയിൻ കില്ലർ എടുത്തു, അതല്ല അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് ഒന്ന് ബാമ്പരട്ടി കൊടുക്കുക, ഒരു കോട്ട് വെക്കുക, അങ്ങനെയുള്ള. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള ഒരു കെയർ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് നമുക്ക് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 months 3 മാസത്തെ 15 ദിവസം 3 മാസത്തെ ക്ലാസ് റൂം ട്രെയിനിങ്ങും 4 മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ്ങുമാണ് സ്റ്റൈഫൻഡോട് വേറെ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് മെറ്റേണൽ ആൻഡ് ചൈൽഡ് നഴ്സിംഗ് എന്ന് പറയും. ഒരു പ്രസവ ശുശ്രൂഷ, ബേബിയെയും മദറിനെയും അമ്മയുടെയും കുട്ടിയുടെയും കെയർ എങ്ങനെ ചെയ്യുന്നു, അത് പ്രാചീന കാലത്തൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ ആയുർവേദ ട്രെയിനിങ്ങിൽ ഡോക്ടേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അവരുടെ ഭക്ഷണ രീതി, അതുപോലെ തന്നെ കുളിപ്പിക്കല്, ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെയാണ് പ്രോപ്പർ ടെക്നിക്കൽ, ആർട്ടിഫിഷ്യൽ ഫീഡിങ്, കുളിപ്പിക്കുന്നത്, ഡയറ്റ് ആൻഡ് അമ്മയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, ആ കാര്യങ്ങളെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. നമ്മളുടെ ഒരു 15 ദിവസത്തെ കോഴ്സ് ഉണ്ട്. മറ്റൊരു 3 മാസത്തെ ജെറിയാട്രിക്, കുറെ കൂടെ വാർദ്ധക്യമുള്ളവർക്ക് വേണ്ടിയുള്ള കോഴ്സ് ഉണ്ട്. അമ്മയ്ക്കും കുട്ടിക്കും ഉള്ള 10 days കോഴ്സാണ്. 10 ദിവസം കൊണ്ടാണ് നമ്മളിത് പഠിപ്പിച്ചെടുക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും? പിന്നെ നമുക്ക് ഫാമിലി കെയർ റിവർ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അത് നമുക്ക് സ്വന്തമായി നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും കിടപ്പ് രോഗികളുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് പരിചരിക്കാനായിട്ട് പറ്റും. അതിന് നമ്മൾ നീഡ് ബേസ്ഡ് കെയർ എന്ന് പറയും. അവരുടെ നീഡ് അനുസരിച്ച് ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുക്കുന്നു. നമുക്കിപ്പം ഈ ഗാർഡിയൻ ഏഞ്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയർ ഗിവിംഗ്, നമുക്കിത് എവിടെയൊക്കെ ഈ ട്രെയിനിങ് നമ്മൾ നൽകുന്നത്? നമ്മൾ ട്രെയിനിങ് നടത്തുന്നത് കൊച്ചിയിലും കോട്ടയത്തുമാണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പ്രൊസീജിയർ? ട്രെയിനിങ് എങ്ങനെയാണ്? ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? എന്തൊക്കെ ആ കാര്യങ്ങളൊന്നും? നമ്മൾക്ക് ഓഫ്ലൈൻ ആണ്. കാരണം ഇത് നമ്മൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ്, അവർ തന്നെ വേണം. അപ്പം നമുക്ക് നമ്മൾ ഓൺലൈനിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്നത്. നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രാക്ടിക്കലിനാണ്. അവർ അതുകൊണ്ട് ചെയ്ത് തന്നെ പഠിക്കണം. എല്ലാത്തിനും ലാബ് സൗകര്യം നമുക്കുണ്ട്. നമുക്ക് ലാബ് വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ലാബ് ഉണ്ട്, മാനിക്വിൻസ് ഉണ്ട്. അതെല്ലാം ചെയ്യാനാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ എക്യുപ്മെന്റ്സും നമുക്ക് അവൈലബിൾ ആണ് ചെയ്ത് കാണിക്കാൻ. CPR കൊടുക്കേണ്ട മാനിക്വിൻ സെപ്പറേറ്റ് ഉണ്ട്, റൈൽസ് ട്യൂബ് കൊടുക്കേണ്ടതുണ്ട്, കൊളോസ്റ്റമി ഉണ്ട്, എല്ലാം സെപ്പറേറ്റ് നമുക്ക് ഇഷ്ടം പോലെ മാനിക്വിൻസ് വലിയ ലാബുമാണ് ഉള്ളത്. ഇനി ആരെ ഈ ട്രെയിനിങ് ഒക്കെ നൽകുന്നത്? ട്രെയിനിങ് നൽകുന്നത് ഡോക്ടേഴ്സ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഉണ്ട്, എക്സ്പെർട്ട് തന്നെയാണ്. നഴ്സുമാര് വെൽ എക്സ്പീരിയൻസ്ഡ് നഴ്സസ്. ശരി. ഇതിപ്പം നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സ് കഴിഞ്ഞാൽ
ഇതിൻ്റെ അവസരങ്ങൾ മാഡം സൂചിപ്പിച്ചു, നമ്മുടെ ഇന്ത്യയിലും വിദേശത്തുമുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആൾക്കാരെ നോക്കുന്ന അങ്ങനെ ഒരു അവസരങ്ങളുണ്ട് എന്നൊക്കെ പറയും. അപ്പം ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഇവർ ആദ്യം നമ്മുടെ നാട്ടിലൊക്കെ ആയിരിക്കും അല്ലേ കൂടുതലായിട്ട് നിൽക്കുക അല്ലേ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് അതാണ് ഒരു അവസരം. മറ്റൊരു അവസരം വിദേശ രാജ്യങ്ങൾ. അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നവർക്ക് നമുക്ക് എങ്ങനെയാ പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടോ, എങ്ങനെയാണ്? നമുക്ക് കൊച്ചിയിലും കോട്ടയത്തും തിരുവല്ലയിലും കോഴിക്കോടും ഇതിന്റെ ബ്രാഞ്ചസ് ഉണ്ട്. ഹോം കെയർ ഉണ്ട്. ട്രെയിനിങ് കൊച്ചിയിലും കോട്ടയത്തേ ഉള്ളൂ. പക്ഷേ ഈ ഹോം കെയറിന്റെ ബ്രാഞ്ചുകൾ ഈ 4 നഗരങ്ങളിലുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കാനായിട്ട് ശരി, അവിടെ നല്ല റിക്വയർമെന്റ്സ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പം ഇവർക്ക് നാട്ടിലെ വിദേശത്തെയും ഒക്കെ അവസരങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു വിദേശത്ത് കൂടുതലും മാഡം ഗൾഫിലായിരുന്നു അല്ലേ? ഗൾഫിലൊക്കെ അല്ലേ ഇഷ്ടംപോലെ കുവൈറ്റിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇസ്രായേൽ ഇഷ്ടംപോലെ. പിന്നെ ഇപ്പം എവിടെയാ നമ്മൾ യൂറോപ്പ് കാനഡ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ. സ്റ്റഡീസിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ടും ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. വേറെ അവസരം കൂടി ഉണ്ട്. അതായത് വിദേശത്ത് പോകുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനത്തെ ജോലികൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനായിട്ട് അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെ വിദേശത്ത് പോകുന്നവർക്കും ഇങ്ങനെ ഒരു കോച്ചിങ് എടുത്തുകൊണ്ട് പോയാൽ അവർക്ക് പഠന സമയത്ത് പാർട്ട് ടൈം ചെയ്യാം. ഇനി വേണേൽ പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു കെയർ ഗിവർ ആയിട്ടുള്ള ജോലികളിലേക്ക് മാറാം. അതൊരു നല്ല ആശയമാണ്. ഓക്കെ മാഡം, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. എനിക്ക് അതിൽ ഒരു അല്പം കൂടി ഡീറ്റെയിൽ ഒന്ന് വേണം. അതായത് നമ്മുടെ ഈ കോഴ്സുകളെ കുറിച്ച് എനിക്ക് ഒന്നുകൂടി ഒന്ന് സൂചിപ്പിക്കുക. കാരണം പല കുട്ടികൾക്കും ഈ കെയർ ഗിവർ ആകണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ പഠിക്കേണ്ടത്, എവിടെ പഠിക്കണമെന്നൊരു ധാരണയില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, ആദ്യം മാഡം ഒരു 15 ദിവസത്തെ കോഴ്സ് പറഞ്ഞല്ലോ, അതിന്റെ പേരൊന്നുകൂടെ ട്രെയിനിങ് പ്രോഗ്രാം CTP. ഓക്കെ, ഇതിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? ഇതിന്റെ ഡ്യൂറേഷൻ 15 ദിവസത്തെ ക്ലാസ് റൂം ട്രെയിനിങ്ങും 3 മാസത്തെ പെയ്ഡ് ഇന്റേൺഷിപ്പ്. പഠിക്കാൻ പറ്റുന്ന 10th പാസ് പാസ്സായവർക്ക് പഠിക്കാം. പ്രായം 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ളവർക്ക് ഈ കോഴ്സിൽ. പിന്നെ ഒരു 3 മാസത്തെ ഡ്യൂറേഷനുള്ള ഒരു കോഴ്സ് പറഞ്ഞല്ലോ. രണ്ടാമത്തെ കോഴ്സ് ജെറിയാട്രിക് കെയർ അസിസ്റ്റന്റ് കോഴ്സ്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അംഗീകാരമുള്ളതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കണം. പ്രായമുണ്ട് 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള 3 മാസത്തെ ഡ്യൂറേഷനും 4 മാസത്തെ ഇന്റേൺഷിപ്പും. ഈ നമ്മുടെ ഇപ്പൊ ഈ ആദ്യം പറഞ്ഞ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എത്ര നാളായിട്ട് നമ്മൾ എത്ര ബാച്ച് ഒക്കെ പഠിച്ചു കാണും? നമ്മുടെ കെയർ ഗിവിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 94ാമത്തെ ബാച്ചാണ്. 93 ബാച്ചുകൾ കഴിഞ്ഞു. ഓ അത് ശരി, 94ാമത്തെ ബാച്ചിലേക്കാണ് പോകുന്നത് അല്ലേ? ഓക്കെ. എനിവേ, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കെയർ ഗിവിംഗ് എന്താണ്, എങ്ങനെ പഠിക്കാം, എവിടെ പഠിക്കാം. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് മാഡത്തിൽ നിന്ന് തന്നത്. താങ്ക് യു. അപ്പം ഇന്ത്യയിലും വിദേശത്തുമൊക്കെ വലിയ ഡിമാൻഡുള്ള മികച്ച ശമ്പളത്തിലേക്ക് എത്താവുന്ന ഒരവസരമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ത്യയിൽ തന്നെ തുടക്കത്തിൽ ഒരു 18,000 മുതൽ അല്ലെങ്കിൽ ഒരു 30,000 രൂപ വരെ ശമ്പളത്തിലേക്ക് എത്താവുന്ന, അല്ലെങ്കിൽ ആളുകളെ കിട്ടാൻ തന്നെ ഡിഫിക്കൽറ്റി ഉള്ള ഒരു മേഖല. ഇനി വിദേശത്തേക്ക് പോയാൽ ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഇസ്രയേൽ, ഇതൊന്നും അല്ലെങ്കിൽ യൂറോപ്പ്, കാനഡ, ഈ രാജ്യങ്ങളിലൊക്കെ നല്ല ഡിമാൻഡുള്ള ഒരു മേഖലയിലെ അവസരങ്ങൾ, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് സഹായകരമായ ഒരു സ്ഥാപനത്തെ നമ്മൾ മനസ്സിലാക്കി. ഗാർഡിയൻ ഏഞ്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയർ ഗിവിംഗ് എന്നുള്ള സ്ഥാപനം ഈ മേഖലയിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഏതാണ്ട് 93 ബാച്ചുകൾ പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു സ്ഥാപനം. ഇത്രയും ബാച്ചുകളിലെ കുട്ടികളിലെ മികച്ച ജോലിയിലേക്കൊക്കെ എത്തിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം എന്ന് മാത്രവുമല്ല, ഒരു 11 വർഷത്തോളം ഈ ഹോം കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, അതിൻ്റെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് ഈ ഗാർഡിയൻ ഏഞ്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയർ ഗിവിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലെ അവസരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്, അതിൻ്റെ പഠനത്തിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഗാർഡിയൻ ഏഞ്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയർ ഗിവിങ്ങിൻ്റെ ഒക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. കോട്ടയത്തും കൊച്ചിയിലുമാണ് ഇവർക്ക് ഈ മേഖലയിലെ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങളെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ് പെട്ടെന്നൊരു ജോലിയിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.